4 മണിയായപ്പോഴത്തേനും സ്കൂൾ ബസ് വന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറിച്ച പൂവാണ് കേട്ടോ അത്. തേയോ അത് കണ്ടപ്പോഴത്തേനും മണത്തൊക്കെ നോക്കി, പക്ഷേ മണമൊന്നുമില്ലായിരുന്നു. എല്ലാവരെയും മണപ്പിച്ചിട്ട് അവൻ ആ പൂ പിച്ചിപ്പെറുക്കി കളഞ്ഞേ. അപ്പോൾ തങ്കി എൻ്റെ അടുത്ത് വെച്ചു, അമ്മയ്ക്ക് ഒരു പ്രത്യേക സുഖം കിട്ടിയോന്ന് ആ പൂ പറിച്ച് കളഞ്ഞപ്പോഴത്തേനും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെന്നില്ലാത്ത സുഖം തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങൾ വളരെ പതിയാട്ടോ വീട്ടിലേക്ക് പോയത്. ഇച്ചിരി നേരം നടക്കാനുള്ളൂ, എന്നാലും പൂവും കായും എല്ലാം കണ്ട് പതിയെ വീട്ടിലെത്തിയത്. നാളെ ഇനി ഓടിപ്പോയിട്ട് പഠിക്കുകയോ സ്കൂളിൽ പോയോ ഒന്നും വേണ്ടല്ലോ. നാളെ കർക്കിടക വാവായതുകൊണ്ട് അവധിയാണല്ലോ എല്ലാം. വന്ന ഉടനെ തന്നെ തെയോൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ അത് ചെയ്ത് ചെയ്യുന്നൊന്നും പറയണ്ട കേട്ടോ. അവൻ ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് എല്ലാം തന്നെ ഓൾറെഡി അവൻ്റേതായ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. വന്നുടനെ തന്നെ ടാഗ് മാറ്റും, യൂണിഫോം വെക്കും, അവൻ്റെ ബാഗിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവൻ്റെ കബോർഡിൽ വെക്കും. ഇതെല്ലാം തങ്കി നേരത്തെ തൊട്ട് ചെയ്യുന്ന കണ്ടിട്ട് അവൻ ചെയ്യുന്നതാണ് കേട്ടോ. വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കും, സ്നാക്സ് ബോക്സ് അത് കഴുകാനിടും, യൂണിഫോം അത് കഴുകാൻ, എല്ലാം തങ്കി ചെയ്യുന്ന കണ്ടിട്ട് അവൻ സ്വയം ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പിള്ളേരെ നോക്കാൻ ബുദ്ധിമുട്ടുമാണ് വാശിയുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ ചേച്ചീനെ കണ്ട് ഒട്ടുമിക്ക കാര്യങ്ങൾ അവർ തന്നെ സ്വയം പഠിക്കുകയും ചെയ്യും. ആദ്യത്തെ കുട്ടിയാകുമ്പോൾ നമുക്ക് കുറേ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷേ രണ്ടാമത്തെ ആൾ മൂത്ത ആളെ കണ്ട് നോക്കി നല്ലോണം പഠിക്കും കേട്ടോ. അങ്ങനെ പതിവ് പരിപാടികളെല്ലാം രണ്ടുപേരുടെയും കഴിഞ്ഞതിന് ശേഷം സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഇന്നിനിയിപ്പോൾ പഠിക്കലൊന്നും കാണില്ല.